ഹായ് ഹലോ. ഇന്ന് നമുക്ക് റവ വെച്ച് തയ്യാറാക്കാം. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം ഒരുങ്ങി നമുക്ക് ഇത്രയും റവ എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് റവ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഗ്ലാസ് അളവിൽ നമുക്ക് പാലൊഴിക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. ഇതൊന്ന് ബോൾ മാതിരി ആക്കിയെടുക്കണം. കുഞ്ഞു സൈസ് ബോളുകളാക്കിയെടുക്കണം നമുക്ക്. അതിന് വേണ്ട ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ആക്കിയെടുക്കാം. നേരെ ഞാൻ വെച്ച് ഇതേപോലെ ബാക്കിയും കൂടെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ഇതിനകത്ത് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര. ഇതിനകത്ത് കുറച്ച് ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. പാല്, പഞ്ചസാര, ഏലക്ക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്ക ഇടുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. എടുത്തിട്ടുണ്ട്, ഒഴിച്ചു വെക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ റവ വെച്ച് കുഴച്ച് ചെയ്യുന്ന ഈ ബോൾസ് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. പൊട്ടിയൊന്നും പോകരുത്. എല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു ടേസ്റ്റിയായ ഒരു ഇതാ. റവ വെച്ച് റവയും പാലും കോൺഫ്ലവറും കുറച്ച് പഞ്ചസാരയും പിന്നെ ഫ്ലേവറിന് ഏലയ്ക്ക് ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. ഇന്ന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ റവ വെച്ചുള്ള അടിപൊളി ഒരു ഇതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇത് കുട്ടികൾക്കായാലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, മുതിർന്നവർക്കായാലും എളുപ്പം തയ്യാറാക്കാം. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വലിയ ചിലവൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പീസാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.